കുറച്ച് പ്രായമുള്ള ഒരു മുത്തശ്ശൻ AC കമ്പാർട്ട്മെന്റിൽ ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു. ആ സമയത്ത് ടിക്കറ്റ് പരിശോധിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ടിക്കറ്റ് ചോദിച്ചു. ടിക്കറ്റ് തന്റെ ബാഗിൽ നോക്കിയപ്പോൾ ടിക്കറ്റ് ഇല്ല. അദ്ദേഹത്തിന്റെ വസ്ത്രമൊക്കെ ഒന്ന് മുഷിഞ്ഞതായിരുന്നു. ഇതെല്ലാം ടിക്കറ്റ് പരിശോധിക്കുന്ന വ്യക്തി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ബാഗിലൊക്കെ നോക്കുന്നു, ടിക്കറ്റ് കാണാനില്ല. അയ്യോ, ഞാൻ ബാഗിനുള്ളിൽ തന്നെ ആയിരുന്നു വെച്ചിരുന്നത്, പക്ഷെ ടിക്കറ്റ് ഇപ്പോൾ എവിടെ പോയി എന്ന് കാണുന്നില്ല എന്ന് കുറച്ചൊരു അമ്പരപ്പോടുകൂടി മുത്തശ്ശൻ ആ ടിക്കറ്റ് പരിശോധിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു. മുത്തശ്ശന്റെ രൂപവും ഡ്രസ്സിംഗ് എല്ലാം കണ്ടിട്ട് അദ്ദേഹം വിശ്വസിച്ചില്ല. കുറച്ചൊന്നും ഒരു പരുക്കൻ ശബ്ദത്തോടെ അദ്ദേഹം പറഞ്ഞു, എന്തായാലും ഞാൻ അടുത്ത കമ്പാർട്ട്മെന്റിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് വരാം, അതിനുള്ളിൽ നിങ്ങൾ ആ ടിക്കറ്റ് എടുത്തു വെക്കോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. അങ്ങനെ ടിക്കറ്റ് പരിശോധിക്കുന്ന വ്യക്തി വീണ്ടും തിരിച്ച് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നു, ഈ മുത്തശ്ശന്റെ അടുത്ത് വന്നു. എവിടെയാണ് ടിക്കറ്റ് എന്ന് വീണ്ടും ചോദിച്ചു. ഉടനെ മുത്തശ്ശൻ ടിക്കറ്റ് എടുത്തു കൊടുത്തു. ഇദ്ദേഹത്തിന് ആകെ ഒരു കുറ്റബോധം തോന്നി. അല്ലെ, ഞാൻ എന്താണ് ഇപ്പോൾ ചിന്തിച്ചത്, എങ്ങനെയാണ് ഇദ്ദേഹത്തിനോട് സംസാരിച്ചത്, അതാകെ ഒരു മോശമായി പോയി എന്നെല്ലാം ചിന്തിച്ചു. ട്രെയിനിൽ നിന്നും താഴെ ഇറങ്ങിയതും ആ മുത്തശ്ശൻ ഒരു പോർട്ടറെ വിളിച്ചു തന്റെ ലഗേജ് എടുക്കുവാൻ വേണ്ടിയിട്ട്. ഉടൻ തന്നെ ഒരു പോർട്ടർ വന്ന് ഇദ്ദേഹത്തിന്റെ ലഗേജ് എടുത്തു. പെട്ടെന്ന് ഈ പോർട്ടറുടെ ശ്രദ്ധ അടുത്ത കമ്പാർട്ട്മെന്റിൽ ഇതേ ട്രെയിനിൽ വന്നിറങ്ങിയ ഒരു ഭംഗിയുള്ള വസ്ത്രം ധരിച്ച സ്ത്രീയുടെ മേലായി. ഇദ്ദേഹത്തിന്റെ അതായത് ഈ മുത്തശ്ശന്റെ ലഗേജ് താഴെ വെച്ച് അങ്ങോട്ട് നടന്നു പോയി. എന്നിട്ട് ആ സ്ത്രീയെ പോയി സഹായിച്ചു. അവരുടെ ലഗേജ് എടുത്ത് തലയിൽ വെച്ച് അവരെ ഹെൽപ്പ് ചെയ്യാൻ പോയി. ഇത് കണ്ടുകൊണ്ട് നിന്നിരുന്ന ടിക്കറ്റ് പരിശോധകന് മുത്തശ്ശന്റെ അവസ്ഥ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. അദ്ദേഹം തന്നെ മുത്തശ്ശന്റെ ലഗേജ് എടുത്ത് വണ്ടിയിൽ, അതായത് കാറിൽ കയറ്റുവാൻ സഹായിച്ചു. സന്തോഷത്തോടെ ഈ മുത്തശ്ശൻ തന്റെ പോക്കറ്റിൽ നിന്ന് 100 രൂപ എടുത്ത് ഈ ടിക്കറ്റ് പരിശോധകന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ആ പോർട്ടറെ കണ്ടാൽ ഈ പൈസ കൊടുക്കണം, എന്നിട്ട് അദ്ദേഹത്തിനോട് പറയണം, ആരെയും ഒറ്റ നോട്ടത്തിൽ വേഷം കണ്ട് വിലയിരുത്തരുത് എന്ന് പറയണം എന്ന് പറഞ്ഞു. ടിക്കറ്റ് പരിശോധിക്കുന്ന വ്യക്തി ഉടൻ തന്നെ ആ പോർട്ടറെ പോയി കണ്ടു. എന്നിട്ട് 100 രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടതും പോർട്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ സാർ, പെട്ടെന്ന് ധൃതിയിൽ പറയാൻ വിട്ടുപോയി. ആ സ്ത്രീക്ക് കണ്ണിന് കാഴ്ചയില്ല. അവരുടെ ലഗേജ് ഞാനാണ് സ്ഥിരമായി എടുക്കാറുള്ളത്, സഹായിക്കാറുള്ളത്. മാത്രമല്ല അവരുടെ കയ്യിൽ നിന്നും ഞാൻ പൈസ പോലും വാങ്ങിക്കാറില്ല. നിങ്ങൾ ആ മുത്തശ്ശനെ വീണ്ടും കാണുകയാണെങ്കിൽ നിങ്ങൾ അവരോട് പോയി പറയണം, ആരെയും ഒറ്റ നോട്ടത്തിൽ വിലയിരുത്തരുത് എന്ന്. എന്തു പറയണമെന്ന് അറിയാതെ ടിക്കറ്റ് പരിശോധകൻ അവിടെ നിന്നുപോയി. പലപ്പോഴും നാം ആണ് ശരി എന്നാണ് പലപ്പോഴും പലരുടെയും ധാരണ. യാദൃശ്ചികമായോ അല്ലാതെയോ ഒരുപാട് ജഡ്ജ്മെന്റുകൾ ഒരു ദിവസത്തിൽ നമ്മൾ നടത്തുന്നു. പലരെ പറ്റിയും ഒരു മെസ്സേജ് അയച്ച് റിപ്ലൈ വരാൻ വൈകിയാൽ ജഡ്ജ്മെന്റ്, ഒരു ഫോൺ നമ്മൾ ചെയ്യുമ്പോൾ അവർ ഓപ്പോസിറ്റിലുള്ള ആള് എടുക്കാൻ വൈകിയാൽ ജഡ്ജ്മെന്റ്. അങ്ങനെ എത്രയെത്ര ജഡ്ജ്മെന്റുകളാണ്. പലപ്പോഴും മുന്നിലുള്ള വ്യക്തി ആയിരിക്കും ശരി, നമ്മളപ്പോഴേക്കും ഒരുപാട് ചിന്തിച്ച് ചിലപ്പോൾ നമ്മുടെ ചിന്തകൾ അത് മറ്റുള്ളവരോട് കൂടി പറയും, ഇങ്ങനെ ആയിരുന്നു, ഞാൻ ഫോൺ ചെയ്തപ്പോൾ എടുത്തില്ല, ഞാൻ സംസാരിച്ചപ്പോൾ വിളിച്ചപ്പോൾ എടുത്തില്ല, എന്നെ കണ്ട് ചിരിച്ചില്ല. എത്രയോ ശരികൾ ചെയ്യുന്ന വ്യക്തിയായാൽ പോലും വീണ്ടും തെറ്റായ ഒരു ധാരണ, മിസ് ജഡ്ജ്മെന്റ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഏതൊരു കാര്യവും വ്യക്തമായി മനസ്സിലാക്കാതെ അറിയാതെ ഒരിക്കലും നമ്മളൊരു ജഡ്ജ്മെന്റിലേക്ക് എത്തരുത് എന്ന നല്ലൊരു മെസ്സേജ് കൂടി ഈ കഥയിലുണ്ട്. താങ്ക് യു. നല്ലൊരു ശുഭദിനം നേരുന്നു.